Draw a square of area 15 square centimeter. 15 നമുക്ക് 3 into 5. 3 into 5 ആണ് 15. അപ്പോൾ ആ 3 into 5 മെഷറിൽ നമുക്ക് ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കും. എ ബി സി ഡി എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ വരച്ചു. എ ബി എ എക്സ്റ്റെൻഡ് ചെയ്ത് ഇയിലേക്ക് വരയ്ക്കുക. അപ്പോൾ എ 8 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ അതിനെ 8 സെൻറ്റിമീറ്റർ എയിന് ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടർ വരച്ച് സർക്കിളിൻ്റെ സെൻറ്ററാണ് കിട്ടുന്നത് ഓ. ഓക്കെ, ഇതിൽ വെച്ചുകൊണ്ട് ഇനി നമുക്ക് ഹാഫ് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഹാഫ് സർക്കിൾ വരച്ചു. ബി സി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ സർക്കിളിൻ്റെ ഇവിടെ ടച്ച് ആവുന്നുണ്ട്. എന്നിട്ട് ആ അളവ് കോമ്പസിലെടുത്തുകൊണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചു. വളരെ എളുപ്പമാണ്, നിങ്ങളും വരച്ചു നോക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 15നെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതാണ് 3 into 5 ആണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം വരയ്ക്കുക. അപ്പോൾ അത് എളുപ്പത്തിന് വരയ്ക്കാനായിട്ട് സാധിക്കും. Draw a square of area 5 square centimeters in 3 different ways. Recall Pythagoras theorem. അപ്പോൾ പൈതഗോറസ് തിയറം ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് 3 തരത്തിൽ 3 വ്യത്യസ്ത രീതിയിൽ സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എന്ന് പറയുന്നത് 5 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നമുക്കറിയാം 1 into 5 ആണ് 5. അപ്പോൾ നമ്മളിവിടെ ആദ്യം വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററും അതുപോലെ ഹൈറ്റ് 1 സെൻറ്റിമീറ്ററുമുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക. അല്ല എങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കണമെന്നുമില്ല. നമ്മളിതാണ്ട് നേരത്തേൽ എ ബി 5 എടുത്തു, ബി ഇ 3 എടുത്തു. അതുപോലെ എ ബി എ 5 എടുത്തിട്ട് ബി എ 1 സെൻറ്റിമീറ്ററും കൂടി എടുത്ത് വരച്ചാലും മതി. അവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നിൽക്കണമെന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനത് 5 + 1 6 സെൻറ്റിമീറ്റർ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇത് 5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എ ബി സി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തേൽ നമുക്കിവിടെ സ്ക്വയർ വരയ്ക്കണമെന്നില്ല. ഓക്കെ, സ്ക്വയർ വരയ്ക്കണമെന്നില്ല. സ്ക്വയർ വരയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗർ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ എ ബി ബി സി 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇതിന് ബൈസെക്ടർ വരയ്ക്കുക. ഈ ലൈനിന് ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഹാഫിൽ കൂടുതൽ എടുത്തിരിക്കണം. ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഈ ഒരു പോയിൻ്റ് ബി എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ബി ഡി എന്ന് പറയുന്ന പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ബി ഡി എന്നിട്ട് ബി ഡി വരയ്ക്കുന്ന സമയത്ത് സർക്കിളിൻ്റെ ഈ ഭാഗത്ത് ടച്ച് ചെയ്തു. അതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ 1 സൈഡ്. സ്ക്വയറിൻ്റെ 1 സൈഡ്. അപ്പോൾ ആ അളവെടുത്തിട്ട് ആർക്ക് വരയ്ക്കുക, യോജിപ്പിക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിലിട്ട് വരയ്ക്കുക. ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പേനയിട്ട് വരയ്ക്കുന്നത്. നിങ്ങൾ പെൻസിലിട്ട് തന്നെ വരച്ച് ശീലിക്കുക. അപ്പോൾ എക്സാമിന് എളുപ്പമായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇത് മെത്തേഡ് 1 ആണ്. മെത്തേഡ് 1. ഇനി 2 മെത്തേഡ് കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് വരയ്ക്കാം. മെത്തേഡ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ. നമുക്കിവിടെ എന്താണ്, പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാൻ അല്ലേ. ട്രയാങ്കിൾ വരയ്ക്കണം. എന്ത് ചെയ്യണം? ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. നമുക്കിത് റൂട്ട് ഇങ്ങനെ ഒരു ആർക്ക് അതുപോലെ ഇവിടെ വെച്ചിട്ട്
ഇങ്ങനെയും ഒരു ആർക്ക് നോക്കൂ. ഇതാണ് നമുക്ക് വേണ്ടുന്ന സ്ക്വയർ. ഡി ഇ, എ ബി സി ഡി ഇ. ഓക്കെ, നമ്മുടെ സ്ക്വയറിൻ്റെ അളവ് ഏതാണ്? സ്ക്വയറിൻ്റെ പേര്, ഇവിടെ √5 ആണ്. √5, 2 അല്ല, √5. സ്ക്വയർ എ സി ഡി ഇ, എ സി ഡി ഇ. ഓക്കെ, നമുക്ക് അടുത്ത മെത്തേഡ് 3 ആണ്. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസിനെ 3 സ്ക്വയർ എന്നും ബേസിനെ 2 സ്ക്വയർ എന്നും എടുക്കാം. നോക്കൂ, 9 - 4 ദാറ്റ് ഈസ് 5. ഇത് റൂട്ട് ബേസ് വരയ്ക്കുക. ബേസ് എത്രയാണ്? 2. ബേസ് 2 ആണ്. ഓക്കെ, ബസ്സിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ലൈനിലേക്ക് മാർക്ക് ചെയ്യും. ഓക്കെ, ഇത് 3 സെൻറ്റിമീറ്റർ 2 നോക്കൂ. ഈ അളവ് വെച്ചിട്ട് നമുക്കിനി സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? ഇതെല്ലാം √5 ആണ്. √5 പേര് കൊടുക്കാം. എ ബി സി ഡി ഇ. ഇവിടെ സ്ക്വയറിൻ്റെ പേര് സ്ക്വയർ എ സി ഡി ഇ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം എഴുതുക കൂടി ചെയ്യണം. വളരെ എളുപ്പമാണ്. ഓക്കെ.